السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീനിലെ 485-ാമത്തെ ഹദീസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. وعن كعب بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما ذئبان جائعان أرسلا في غنم بأفسد لها من حرص المرء على المال والشرف لدينه. رواه الترمذي قال حديث حسن صحيح. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദീബാനി, രണ്ടു ചെന്നായ്ക്കളല്ല, ജായിയാനി, വിശന്ന് വലഞ്ഞവരായ, ഉർസില, അയച്ചുവിടപ്പെട്ട, ഫീ ഗനമിൻ, ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക്, ബി അഫ്സദ ലഹ, അതിന് കൂടുതൽ ഫസാദ് ഉണ്ടാക്കുന്നതല്ല, മിൻ ഹിർസിൽ മർഇ, മനുഷ്യന്റെ ആർത്തിയേക്കാൾ, അലൽ മാലി, പണത്തോടുള്ള, വശറഫി, പദവിയോടുമുള്ള അല്ലെങ്കിൽ ആദരവിനോടുള്ള, ലി ദീനിഹി, അവന്റെ ദീനിനുണ്ടാക്കുന്ന. എന്താ പറഞ്ഞത്? വിശന്ന് വലഞ്ഞ രണ്ട് ചെന്നായ്ക്കളെ ആട്ടിൻകൂട്ടത്തിലേക്ക് അയച്ചുവിട്ടാൽ ആ ആട്ടിൻകൂട്ടത്തിന് രണ്ട് ചെന്നായ്ക്കൾ ഉണ്ടാക്കുന്ന ഫസാദ്, ആർത്തി, പണത്തോടും പദവിയോടുമുള്ള ആർത്തി, മനുഷ്യന്റെ ദീനിനുണ്ടാക്കുന്ന ഫസാദിനേക്കാളും വലിയ ഫസാദല്ല അവരവിടെ ഉണ്ടാക്കുക. അഥവാ ആട്ടിൻകൂട്ടത്തിൽ വിശന്ന ചെന്നായി ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന ഫസാദിനേക്കാളും വലിയ ഫസാദാണ് പണത്തോടും പദവിയോടുമുള്ള ആർത്തി ഒരു മനുഷ്യന്റെ ദീനിന് വരുത്തി വെക്കുക. അഥവാ പണത്തോടുള്ള ആർത്തി അത് മനുഷ്യന്റെ ദീനിനെ തകർക്കും. ആർത്തിയുള്ളവൻ സ്വാഭാവികമായും പിശുക്കനും കൂടിയായിരിക്കും. അവൻ സ്വന്തം ജീവിതം അടിപൊളി ഉല്ലാസം ജീവിക്കുന്നതിൽ വലിയ തൽപരനായിരിക്കും. അതേ സമയത്ത് കടമകളും ബാധ്യതകളും നിറവേറ്റുന്നതിൽ, പാവങ്ങളെ സഹായിക്കുന്നതിൽ, ഫീ സബീലില്ലാഹിൽ പണം ചെലവഴിക്കുന്നതിൽ, അതുപോലെ പണം കൊണ്ട് ചെയ്യേണ്ട നിർബന്ധ ബാധ്യതകൾ, സക്കാത്ത്, പിന്നെ ചെലവിന് കൊടുക്കേണ്ടവർക്ക് ചെലവിന് കൊടുക്കുന്നതിൽ, അതിലൊക്കെ അവൻ പിശുക്കും. കാരണം അവന് ദൂർത്തടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവൻ കെട്ടിപ്പൂട്ടി വെക്കും, ഇത് തീർന്നു പോകും എന്ന് പേടിച്ചിട്ട്. അതോടുകൂടി അവന്റെ ദീനിനെ അത് തകർക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പിശുക്കിനെതിരെ താക്കീത് ചെയ്യുന്നു. കാരണം പിശുക്ക്, അല്ലദീന യബ്ഖലൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള അതിൽ പിശുക്കുന്ന ആളുകൾ, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു കൊടുത്തത് പിശുക്കുന്നവര് വിചാരിക്കണ്ട, ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഖൈറാണെന്ന് വിചാരിക്കേണ്ട, യഥാർത്ഥത്തിൽ അതവർക്ക് ശർറാണ്. സയുതവഖൂന മാ ബഖലൂ ബിഹി, അവർ പിശുക്കി വെച്ചത്, പിശുക്കൻ ആർത്തിയാണ്, തീർന്നു പോകുമെന്ന പണത്തോടുള്ള ആർത്തി ഉണ്ടാകുമ്പോഴാണ് അത് അവന്റെ കഴുത്തിലിട്ട് കൊടുക്കും പരലോകത്ത് എന്ന് പറഞ്ഞത് ഖുർആനിൽ കാണാം. ഇങ്ങനെ ആർത്തി, പണത്തോടുള്ള ആർത്തി, അത്യാഗ്രഹം മനുഷ്യന്റെ ദീനിനെ തകർക്കും. ചെലവാക്കുന്നതിൽ മടിയുണ്ടാകും, എങ്ങനെയെങ്കിലും പണം വാരിക്കൂട്ടണം എന്നുള്ള ചിന്തയും ഉണ്ടാക്കും. രണ്ടും
ദീനിനെ തകർക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ആർത്തിയാണ് പദവിയോടുള്ള ആർത്തി. സ്ഥാനമാനങ്ങൾ അതിനോട് ആർത്തിയുള്ളവരെ അത് ഏൽപ്പിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങളെയും എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു റസൂലേ. അപ്പൊ പറഞ്ഞു, ഇത് അമാനത്താണ്, ഇത് ചോദിക്കുന്നവനും അതിനോട് ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി കാണിക്കുന്നവനും ഞങ്ങൾ നൽകുകയില്ല എന്ന്. പരലോകത്ത് വെച്ച് ഒരു മഹാ VVIP കരയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എന്റെ പണം എനിക്കൊരു പ്രയോജനവും ചെയ്തില്ല, എന്റെ പദവി, എന്റെ അധികാരം എന്നർത്ഥം എന്നെ നശിപ്പിച്ചു കളഞ്ഞു. മാ അദ്രി അന്നി മുലാഖിൻ ഹിസാബിയ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഹിസാബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പറയുന്നുണ്ട്, യാ ലൈതഹ കാനത്തിൽ കാമിന, ഈ ഇടങ്ങറൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിലും നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ നിലവിളിക്കുകയാണ് വലിയ പദവി ഉണ്ടായിരുന്നയാള്, വലിയ പണമുണ്ടായിരുന്നയാള്. അള്ളാഹു ഒരൊറ്റ ആക്രോശമാണ്, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുക്. നരകത്തിലിട്ട് കരിക്കവനെ, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ കുത്തിയിട് നരകത്തിൽ എന്നൊക്കെ അള്ളാഹുവിൻ്റെ ആക്രോശമാണ് കാരുണ്യവാനായ റബ്ബിന്റെ മറുപടി. എന്താ കാരണം? അയാളുടെ പണവും അയാളുടെ പദവിയും അയാളെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അതേ ആശയമാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പണത്തോടും പദവിയോടുമുള്ള ആർത്തി മനുഷ്യന്റെ ദീനിനെ ചെന്നായ ആടിനെ തകർക്കുന്നതിനേക്കാൾ, ആടിനെ നശിപ്പിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആടിന് നാശമുണ്ടാക്കുന്നതിനേക്കാൾ നാശമുണ്ടാക്കും എന്ന്. അതുകൊണ്ട് മഹാന്മാരായ ആളുകളുടെയൊക്കെ നിലപാട് പദവികൾ, അധികാരങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് എന്ന് അവരാവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയുമാണ് ചെയ്യുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നീട് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിരിക്കെ ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു വിഷയം സംസാരിച്ചിട്ട് വാദത്തിൽ തോൽപ്പിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അതിന് മാത്രമല്ല, ഈ മൊത്തം ഇമാറത്തിന് തന്നെ അർഹനായ ആള് താങ്കളായിരുന്നു, പക്ഷെ താങ്കൾ എന്നെ ബൈഅത്ത് ചെയ്ത് എൻ്റെ തലയിൽ വെച്ചതാണ് എന്ന്. ഖലീഫയായിരിക്കുമ്പോൾ പോലും ഒരു അധികാരം എന്ന നിലക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് മകനെ ഖലീഫയാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പറയുന്ന മറുപടി പ്രസിദ്ധമാണ്, ഇതുകൊണ്ട് വല്ല ഗുണവുമുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇത് കിട്ടിയിരിക്കുന്നു, ഞങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നു, ഇനി ഇത് താങ്ങാൻ കഴിയില്ല എന്നാണ്. ഏറ്റവും ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭദ്രമായ, ഏറ്റവും സുവർണകാലത്ത് അതിൻ്റെ തലപ്പത്തിരുന്ന മഹാമനുഷ്യന്റെ വർത്തമാനമാണ്. നബിമാരിൽ വലിയ അധികാരം കിട്ടിയ ആളാണ്, സമ്പത്തും കിട്ടിയ ആളാണ് സുലൈമാൻ അലൈഹിസ്സലാം. പ്രാർത്ഥന, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. അല്ലാഹുവേ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നാണ്. വലിയ അധികാരമുള്ളവനായി ഖുർആൻ പറയുന്ന ദുൽഖർനൈനിയുടെ വാചകം, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇത് എൻ്റെ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ് എന്നാണ്. അങ്ങനെയൊക്കെയാണ് മഹാന്മാരായ മനുഷ്യർ ഈ വിഷയത്തിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ദുഷ്ടന്മാരായ മനുഷ്യർ, ഫിറൗൻ അഹങ്കരിച്ചു, ഖാറൂൻ സമ്പത്തിൽ അഹങ്കരിച്ചു, അമിതമായ ആഘോഷം നടത്തി, ആഡംബരത്തിൽ കഴിഞ്ഞു. പിന്നീട് എന്താണ് ഉണ്ടായത്? മൂസാ നബിയുടെ ആളുകളിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. കാന മിൻ ഖൗമി മൂസ.
ഭൂമിയിൽ നശിച്ചു പോകുകയാണല്ലോ ചെയ്തത്. ഇങ്ങനെ ഒരു വലിയ ആശയം, സമ്പത്ത് വേണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആർത്തിയും ദുരയും സമ്പത്തിനോടും പദവിയോടും ഉണ്ടാകുന്നത് വലിയ ദുരന്തമായിരിക്കും എന്ന് പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സമ്പത്തിൻ്റെയും പദവികളുടെയും ദുരന്തത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആർത്തിയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.